ഹായ് ഓൾ, എല്ലാവർക്കും റെയിൻബോ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ മണി സേവിങ്സ് ചെയ്യാം, എന്തൊക്കെ ജോലികൾ ചെയ്താൽ ഒരു വീട്ടമ്മയായിരിക്കുന്ന ആളിന് എന്തൊക്കെ ജോലികൾ ചെയ്താൽ നമുക്ക് മണി സേവിങ്സ് ചെയ്യാം എന്നാണ് കേട്ടോ. അപ്പം ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് തയ്യലാണേ. ഇതൊരു ചെറിയ വരുമാന മാർഗം തന്നെയാണല്ലേ. തയ്യൽ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ വീട്ടിൽ തന്നെ തുടങ്ങാവുന്നതേ ഉള്ളൂ. ഏതൊരു കാര്യമായാലും തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും, പിന്നീട് അത് ശരിയായിക്കോളും. ഓക്കെ, അപ്പോൾ തയ്യൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേഗം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോളൂ. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് സോപ്പ് സൊല്യൂഷൻ. ഇന്നത്തെ കാലത്ത് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ സൊല്യൂഷൻസ്, പാത്രം കഴുകുന്നതൊക്കെ ആണെങ്കിൽ അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ആ കൂട്ടിൽ നമുക്ക് അവരൊരു കുറിപ്പടി തന്നിട്ടുണ്ടാവും, അത് നോക്കി കൃത്യമായിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. വളരെ ഈസിയാണ്, എഫേർട്ട്ലെസ് ആണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാം, ചെറിയ പിള്ളേർക്ക് വരെ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാരണം അത്ര ഈസി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ സോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആരാണ് മണി സേവിങ്സ് ചെയ്യേണ്ട ആൾക്കാർ. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ് ചെടി. മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, ആ ചെടിക്കകത്തുനിന്ന് നല്ല തൈകൾ നോക്കി പറിച്ച് സെപ്പറേറ്റ് ചെറിയ ചട്ടിക്കകത്തോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കവറിലൊക്കെ ആക്കി നല്ലപോലെ മണ്ണൊക്കെ എടുത്ത് അതിനെ നല്ല സംരക്ഷിച്ച് ചെടി വളർത്തിക്കൊണ്ട് വരിക. എന്നിട്ട് നമുക്ക് പല ഐറ്റംസ് ചെടികളായി കഴിയുമ്പം ഇത് നമുക്ക് പുറത്ത് വിൽക്കാം. നമ്മളും പല ആൾക്കാരും പുറത്തുനിന്നൊക്കെ ചെടികളൊക്കെ വാങ്ങിയിട്ട് വരുവാണല്ലോ, അത് ഓരോ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നു. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിൽക്കാം. അപ്പോൾ ആൾക്കാർ കാണുന്നവർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, ചെടിയൊക്കെ വേണം, വീട്ടിൽ കുറച്ച് നല്ല രീതിക്ക് ചെടിയൊക്കെ വെക്കണം എന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ അങ്ങനെ വാങ്ങാനൊക്കെ വരും കേട്ടോ. ഇത് ചെടി മാത്രമല്ല, നമുക്ക് പച്ചക്കറികളും അങ്ങനെ ചെയ്യാം. ചെറിയ ചെറിയ തൈകളൊക്കെ പച്ചക്കറിയുടെ എന്തെങ്കിലും വെണ്ടയോ അല്ലെങ്കിൽ പയറോ അല്ലെങ്കിൽ കാന്താരിയോ അങ്ങനത്തെ എന്തും ആയിക്കോട്ടെ, കോവലോ, അതൊക്കെ നല്ലപോലെ നട്ട് പിടിപ്പിച്ച് മുളച്ച് കുറച്ച് നല്ല ആയി കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, നമ്മളിതുപോലെ പാക്കറ്റുകളിലാക്കിയിട്ട് വിൽക്കാൻ വേണ്ടി വെക്കണം. അതും നമുക്ക് ചെറിയൊരു വരുമാന മാർഗം തന്നെയാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടമ്മയായിരിക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന കാര്യം എനിക്ക് ചെയ്യായിരുന്നു അല്ലേ. പൈസ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ കാര്യം ചെയ്യായിരുന്നു, ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായ ഉണ്ടാവും അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും. പിന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് ട്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ട്യൂഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് സിലബസുകൾ അറിയത്തില്ലായിരിക്കും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ ട്യൂഷൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാവുന്നൊരു കാര്യമാണ്. പിന്നെ ട്യൂഷൻ എടുക്കാൻ അറിയത്തില്ലാത്തവർ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് ഓണാക്കി നോക്കൂ, അതിനകത്ത് എത്രയോ ആൾക്കാർ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പിള്ളേരെ വെച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ പിന്നെ ആകുമ്പോൾ മതി കുറച്ച് വലിയ പിള്ളേരിലേക്ക് പോകുന്നത്. ട്യൂഷൻ അപ്പോൾ എടുക്കുന്നത് വളരെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. പിന്നെ അടുത്തൊരു പോയിൻ്റാണ് ഇത് തന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ, ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് പഠിക്കണം. പിന്നെ നിങ്ങൾ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ തന്നെ എഫേർട്ട് ഇട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കും. തമ്പനെയിൽ കൊടുക്കുന്നത് എങ്ങനെ, ടൈറ്റിൽ കൊടുക്കുന്നത് എങ്ങനെ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സൊക്കെ. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. പിന്നെ ഓരോ വീഡിയോ ഒക്കെ കണ്ടാണ് ഇതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എന്തോ വലിയ പണിയാണ്, ഇതെന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ ഈസിയാണ്, നമുക്ക് പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിച്ചത്. ഇപ്പോൾ യൂട്യൂബ് മാത്രമല്ല, ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറായി അതിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ അതിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കുറച്ച് ഈസിയാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ പൈസ സേവിങ്സ് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
പിന്നെ ചില വിദ്വാൻമാരുണ്ട്. എന്താണ് ഇതുപോലെ ജോലിയൊക്കെ സേവിങ്സ് ഒക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞ് ജോലിയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ടോ കയ്യിലിരിക്കുന്ന പൈസയെല്ലാം നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കും. മണി സേവിങ്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് മണി മാത്രം സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ചെറിയൊരു വരുമാനമാക്കിക്കോട്ടെ അല്ലെങ്കിൽ വലിയൊരു വരുമാനം ആയിക്കോട്ടെ, നമ്മൾ തുടക്കത്തിൽ തന്നെ ചെറിയൊരു പൈസ എടുത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ പൈസ ആകുമ്പം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മണി സേവിങ്സ് ചെയ്യാം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പരാജയമായിരിക്കും കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒരു 5ൻ്റെ പൈസ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 100 രൂപയാണ് കിട്ടുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ഒരു 40 ചിലവാക്ക്, അല്ലെങ്കിൽ ഒരു 60 നിങ്ങൾ ചിലവാക്കിക്കോ. ബാക്കി പൈസ നിങ്ങൾ എടുത്ത് മാറ്റി വെക്കണം. നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ്, എത്ര നാൾ നമുക്ക് പണിയെടുക്കാൻ പറ്റും, എത്ര നാൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനം നമ്മൾ ചെറിയൊരു പെർസെൻറ്റേജ് ഉറപ്പായിട്ടും സേവിങ്സിലേക്ക് എടുത്ത് മാറ്റി വെക്കുക തന്നെ വേണം. അത് നമുക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ വേറൊരാളോട് നമുക്ക് പോയി ഒന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത്, ആ സമയങ്ങളിലൊക്കെയാണ് ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, ഉറപ്പായിട്ടും ഇതുവരെ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സേവിങ്സ് ഒന്നും വെക്കാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്